പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പിറവി തിരുനാളിന് ഒരുങ്ങുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ജൂബിലി വർഷത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ഒരു ക്രിസ്മസ് ഞങ്ങൾക്ക് വലിയ ഒരു ആത്മീയ ഉണർവിൻ്റെ ഒരു ജീവിതം നവീകരിക്കുന്നതിൻ്റെ ഒരു അനുഭവമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് പിറക്കട്ടെ. ഞങ്ങളുടെ ജീവിതാവസ്ഥകളിലേക്ക്, ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക്, പാപാവസ്ഥകളിലേക്കും തകർച്ചകളിലേക്ക് കർത്താവ് കടന്നു വന്ന് അവിടുത്തെ സമാധാനവും സന്തോഷവും ഞങ്ങളിൽ നിറയുവാൻ ഇടയാക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഡിസംബർ മാസത്തിന്റെ 18-ാം തീയതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് നമ്മളുടെ ചിന്തയ്ക്ക് ധ്യാനത്തിന് വിഷയമാകുന്ന തിരുവചന ഭാഗം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം തിരുവചനമാണ്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. പ്രിയമുള്ളവരെ, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരുങ്ങുമ്പോൾ വളരെ ഏറെ അർത്ഥവത്തായ ഒരു തിരുവചന ഭാഗമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ ജൂബിലി ഏറെ ശരിക്കും പറഞ്ഞാൽ ഒരു റിന്യൂവലിന്റെ, ഒരു നവീകരണത്തിന്റെ സമയമാണ്. നമ്മൾ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ ഒരുപാട് ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങൾ, ഒരുക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. പുൽക്കൂട് നിർമ്മിക്കുന്നു, അത് പിന്നെ നക്ഷത്രങ്ങൾ തൂക്കുന്നു, മറ്റ് അലങ്കാരങ്ങൾ നടത്തുന്നു, അങ്ങനെ ക്രിസ്മസ് കാർഡ് അയക്കുന്നു, കേക്ക് മേടിക്കുന്നു, അതെല്ലാം ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഈ തിരുവചനത്തിലൂടെ എസെക്കിയേൽ 36:26 നിന്റെ ഹൃദയം എവിടെയാണ്? നിന്റെ ഹൃദയം എവിടെയാണ്? എന്നിട്ട് കർത്താവ് പറയാണ്, ഇന്ന് നിന്റെ ഹൃദയം ലോകത്തിന്റെ ഒരുപാട് അസ്വസ്ഥതകളിലാണ്. ലോകവുമായിട്ട് നീ ഒത്തുതീർപ്പ് നടത്തിയുള്ള ജീവിതമാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ഹൃദയം ഇന്ന് കഠിനമായിരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കാത്തത് മൂലം പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ലോകത്തിന്റെ അരൂപിയിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇവിടുത്തെ ബദ്ധപ്പാടുകളില്, അതുപോലെ ആകുലതകളില്, അതുപോലെ ലോകത്തിന്റെ ഒരുപാട് താല്പര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ഇവിടെ നമുക്ക് പലതും വേണം, വീട് വേണം, ജോലി വേണം, അങ്ങനെ പല പല ആകുലതകൾ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മുറിപ്പെടുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. വ്യക്തിബന്ധങ്ങളില്, ദൈവത്തോടുള്ള ബന്ധത്തില്, സഹോദരങ്ങളുടെ ബന്ധത്തില്, നമ്മളോട് തന്നെയും ക്ഷമിക്കാത്ത ഒരുപാട് മേഖലകള്, ഇനി ഈ പ്രപഞ്ചവുമായിട്ട് നമ്മൾ പലപ്പോഴും ഐക്യപ്പെടാതെ ജീവിക്കുന്ന ഒരു സാഹചര്യങ്ങള്. ഇവിടെയാണ് വചനം നമുക്ക് പറഞ്ഞു തരിക, ഞാൻ നിങ്ങളുടെ മേൽ, കർത്താവ് പറയുകയാണ്, ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം പാറ പോലെ ഉറച്ചിരിക്കുകയാണ്. ആർക്ക് എന്ത് സംഭവിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല. പ്രിയമുള്ളവരെ, നമ്മളെ അതൊന്നും അലട്ടുന്നില്ല. കാരണം നമ്മുടെ ഹൃദയം കല്ലുപോലെ ഉറച്ചു പോയിരിക്കുകയാണ്. ഒന്ന് കണ്ടാലും നമുക്കൊന്നും തോന്നാത്ത അവസ്ഥകൾ. അവരുടെ കപ്പല് മുങ്ങി, എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതിരുന്നാൽ മതി, എന്ത് സംഭവിച്ചാലും വേണ്ടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ. നമ്മുടെ ആത്മാവ് നിർജീവമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈശോ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകും. ഈശോ പുൽക്കൂട്ടിൽ ജനിച്ചത് നമ്മുടെ ജീവിതത്തില് നമ്മുടെ പാറ പോലെ ഉറച്ചുപോയ ഹൃദയത്തെ കൂടുതൽ മാംസലമാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടം നൽകാൻ, റൂം ഫോർ എവരിബഡി ഇൻ മൈ ലൈഫ്, ഇൻ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടം കൊടുക്കുക. അപ്പോൾ കല്ലുപോലെ നമ്മൾ ഹൃദയം ആയി മാറാനുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ക്ഷമിക്കാത്ത ഹൃദയം, അതുപോലെ വേദനിച്ച് നിൽക്കുന്ന ഹൃദയം, അതുപോലെ ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ ഇരുളടഞ്ഞു പോയ നമ്മുടെ ഹൃദയാത്മാവും ഒക്കെ. അപ്പോൾ ജീവിതത്തിന്റെ പ്രയാസങ്ങളായിരിക്കാം, നിരാശയായിരിക്കാം, ഒറ്റപ്പെടലായിരിക്കാം, മുറിവേറ്റ മേഖലകളായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നും എത്തിപ്പെടാത്ത അവസ്ഥകൾ, നിരാശയും ദുഃഖവും ഒക്കെ നമ്മളെ വലയം ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈശോ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നവനാണ്. ദൈവം പറയും, ഞാനത് മാറ്റും. ദൈവത്തിന്റെ വാഗ്ദാനമാണത്. ഞാനൊരു ഹൃദയം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ ദൈവം അത് നിറവേറ്റിയിരിക്കും. അവിടുത്തെ വചനം അത് ഫലം ചൂടാതെ പോകില്ല. അപ്പൊ അതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ തുറന്നു വെക്കുക. നമ്മുടെ ഹൃദയത്തില് പുതിയ ഹൃദയം ഉണ്ടാകുന്നതിനായിട്ട് കരുണ നിറഞ്ഞൊരു ഹൃദയം വേണം, പ്രാർത്ഥനയിലേക്ക് തുറക്കുന്ന ഒരു ഹൃദയം വേണം, മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയുന്ന ഹൃദയം വേണം. അപ്പൊ ക്രിസ്മസ് എന്നത് ഈ ലോകത്തിന്റെ ഈ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന
ദൈവത്തിന്റെ ആത്മാവ്, ആ നവീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നിറവ് നമുക്കുണ്ടാകണം. റോമാലേഖനത്തില് 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഈ ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ കടക്കും, നമ്മൾ അവസാനിക്കാൻ പോവാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ആഴമായിട്ട് ചിന്തിക്കുക, എൻ്റെ ബന്ധങ്ങള്, വ്യക്തിബന്ധങ്ങള്, നമ്മുടെ വിശ്വാസം, പ്രാർത്ഥന, ഇതൊക്കെ നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്, നമ്മളെ തന്നെ നവീകരിക്കുന്നതാണ്. റിന്യൂവൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ക്രിസ്മസിന് ഒരുങ്ങുന്ന സമയങ്ങളിൽ നമ്മളെ നവീകരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരാൻ വേണ്ടി ഹൃദയങ്ങളെ നമുക്ക് തുറന്നിടാം. ആ മാംസലമായ ഹൃദയം നമുക്ക് സ്വന്തമാക്കാം. ദൈവം നമ്മളിലേക്ക് കടന്നു വരട്ടെ. നമ്മളിൽ മുറിവേറ്റ മേഖലകള്, അതുപോലെ നമുക്ക് വേദനിപ്പിക്കുന്ന അനുഭവങ്ങള്, തകർന്ന ജീവിത അവസ്ഥകള്, കുടുംബ ബന്ധങ്ങള്, മറ്റുള്ളവരുടെ ബന്ധം, ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് സ്വന്തമാക്കാം. നമ്മൾ ആദ്യം തൊട്ടേ കാണുകയുണ്ടായി, ആത്മീയത എന്ന് പറയുന്നത് ബന്ധമാണ്. അവ ദൈവത്തോടുള്ള ബന്ധത്തിനെ ആശ്രയിച്ചിരിക്കും മറ്റുള്ളവരുടെ നമ്മുടെ ബന്ധങ്ങള്, നമ്മുടെ ജീവിതം, സ്വസ്ഥമായ ഒരു ജീവിതം, അതുപോലെ സമാധാനം, സന്തോഷം, ഇതൊക്കെ ഈ ആത്മീയത നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകണം, ഹൃദയത്തിൽ നിന്നുണ്ടാകണം. ദൈവത്തെ അറിയുന്നതിലൂടെ, ഈശോയെ സ്വന്തമാക്കുന്നതിലൂടെ, മാമോദീസായിൽ നൽകപ്പെട്ട ആ പ്രസാദവരം നമ്മൾക്ക് കൂടുതൽ കത്തിജ്വലിക്കാൻ, അതുപോലെ തന്നെ ദൈവത്തിന്റെ ഛായ വികലമാകാതെ കൂടുതൽ നമ്മൾ പ്രശോഭിക്കാൻ, മനുഷ്യരോട് ദൈവത്തോടൊക്കെ കൂടുതൽ അടുക്കാൻ ഈ ക്രിസ്മസ് നമുക്കിട വരുത്തട്ടെ. കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് എസെക്കിയേൽ പ്രവാചകനിലൂടെ കേട്ടു, ഒരു പുതിയ ഹൃദയം, മാംസളമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. ആ ഹൃദയം സ്വന്തമാക്കാൻ നമുക്ക് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, എസെക്കിയേൽ പ്രവാചകനിലൂടെ അങ്ങ് പറയുകയുണ്ടായി, ഞാൻ നിങ്ങൾക്ക് ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം ഞാൻ നൽകും, എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കും. കർത്താവേ, ഈ ആത്മാവ് ഞങ്ങളിൽ നിറഞ്ഞു കവിയട്ടെ. അഭിഷേകമുള്ളവരായിട്ട് ഞങ്ങൾ ജീവിക്കട്ടെ. അങ്ങയോടുള്ള ബന്ധത്തിലും സഹോദരങ്ങളുടെ ബന്ധത്തിലും ഞങ്ങളോട് തന്നെയും കൂടുതൽ ഊഷ്മളതയോടുകൂടെ ഈ പ്രപഞ്ചവുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അതിനായി തിരുപ്പിറവിയിലേക്ക് അടുക്കുമ്പോൾ ഈശോ കടന്നു വരത്തക്ക രീതി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ ഇതാ തുറന്നു വയ്ക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ആ കുന്നുകളെ അങ്ങ് നിരത്തി, കുഴികളെ നികത്തി കർത്താവിന് വിശാലമായ വീഥി ഒരുക്കാൻ ഇതാ ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു. കർത്താവെ, കരുണ തോന്നണമേ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ആമേൻ. എപ്പോഴും എപ്പോഴും എന്നേക്കും.